ദേഷ്യം പെട്ടെന്ന് വരുന്നവരാണോ നിങ്ങള്? എന്നെ പോലെ എന്നെ പോലെ ദേഷ്യമൊക്കെ പെട്ടെന്ന് വന്ന് വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമുക്ക് ലൈഫില് ചെറിയ ചെറിയൊരു ടിപ്പാണ്. നമുക്ക് പറ്റിയൊരു 3 ടിപ്പിനെ പറ്റിയാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കിയാല് പറ്റില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ? അപ്പൊ കൂടുതൽ വലിച്ചിഴക്കാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ? ടോപ്പിക് എന്താന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വരുന്നത്, ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, എപ്പോ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ദേഷ്യം. അല്ലെ? അതെ. അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത ഒരു 3 കാര്യങ്ങൾ. 3 തൽക്കാലം ഇപ്പൊ നമുക്ക് 3ൽ നിർത്താം. എന്നിട്ട് നിങ്ങളതൊന്ന് പ്രയോഗിച്ച് നോക്കിയാൽ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവും. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോൺ ഒന്നെങ്കിൽ മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് സൈലന്റ് ആവുക. ഇത് രണ്ടും നടക്കാത്ത കാര്യമാണ്. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ഫസ്റ്റ് പോയിന്റ് അതാണ് കേട്ടോ. നമ്മുടെ ഫോൺ എടുത്ത് നമ്മൾ ആരെയും വിളിക്കാനോ മെസ്സേജ് ചെയ്യാനോ സംസാരിക്കാനോ പാടില്ല. കാര്യം എന്താണെന്നറിയില്ലേ? കാര്യം വേറൊന്നുമല്ല. ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളെ വിളിക്കുകയാണെങ്കിലും ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് പറയുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയാന്ന് നമുക്ക് തന്നെ അറിയില്ല. അല്ലെ? ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് കേട്ട് കഴിഞ്ഞിട്ട് ആൾ പിന്നീട് നമ്മളൊന്ന് കൂളായി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും ആ, അവരുടെ ഉള്ളിൽ അത് ഒരു ഹേർട്ടായിട്ട് കിടക്കും. സോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ എടുത്ത് സംസാരിക്കാനോ അവർക്ക് മെസ്സേജ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു കാര്യം പറയാം. അത് നമുക്ക് രണ്ടാമത്തെ ഒരു ടിപ്പായിട്ട് എടുക്കാം. വേണമെങ്കിൽ എടുത്തോ കേട്ടോ. അപ്പോ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ആ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ചാടിക്കൂട്ടി പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കാൻ നിൽക്കല്. അങ്ങനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കതും അബദ്ധങ്ങളായിരിക്കും. അല്ലേ? അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയവര് മിക്കവരും കാണുന്നുണ്ടാവും. അല്ലേ? അപ്പോ അതാണ് രണ്ടാമത്തെ കാര്യം. കാര്യം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. നമ്മൾ ആ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനങ്ങളും നമുക്ക് നല്ലതാവില്ല. എല്ലാം ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷന് പാടില്ല. ഓക്കെ? ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോയാലോ? മൂന്നാമത്തെ എന്താന്ന് വെച്ചാല് നമ്മള് വഴക്കിടുക, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് പറയുന്ന ആ ഒരു ആർഗ്യുമെന്റുകൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തിന്റെങ്കിലും പേരിലായിരിക്കും ദേഷ്യം വരികയോ സംസാരിക്കുകയോ ചെയ്യുന്നത്. ആ ഒരു ആർഗ്യുമെന്റ് നമ്മുടെ ഭാഗം തന്നെ ജയിക്കണം എന്ന് കരുതി സംസാരിക്കരുത്. ആർഗ്യുമെന്റ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിൽക്കാം. എപ്പോഴാണ് നമ്മുടെ ഭാഗത്ത് ഓക്കെ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സത്യമാണ്, കറക്റ്റ് ആണ് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ. അല്ല, നമ്മുടെ ദേഷ്യത്തിന് പുറമില് നമ്മുടെ ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ വിൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വായിൽ വരുന്നത് എന്തും പറയാൻ നിൽക്കരുത്. കാര്യം നമ്മൾ ആ പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും പറയാം. പക്ഷെ ആൾ ഒന്നും പറയുന്നില്ല, നമ്മൾ എന്തും പറയുകയാണെന്ന് വെച്ചാല് പിന്നീട് നമ്മൾ ഇതേപോലെ നമ്മുടെ ദേഷ്യമൊക്കെ മാറി നമ്മൾ ഒന്ന് കൂൾ ആവുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓർമ്മ കൂടി കാണില്ല നമ്മൾ എന്തൊക്കെയായിരിക്കും പറഞ്ഞെന്നുള്ളത്. പക്ഷേ ഓപ്പോസിറ്റ് നിന്ന് അതെല്ലാം കേട്ട ആൾക്ക്, അല്ലെങ്കിൽ അതെല്ലാം അനുഭവിച്ചൊരു അവർക്ക് മനസ്സിലാവും. മീൻസ് മനസ്സിലാവും എന്നല്ല, അവർ നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് അതെല്ലാം കേട്ട നമ്മൾ സംസാരിച്ച ആ ഒരു വ്യക്തിക്ക് എന്താ പറയാ, അവരുടെ മനസ്സിൽ അത് മായാത്തൊരു മുറിവ് പോലെ കിടക്കും. സോ നമ്മൾ എന്താ ചെയ്യാ, നമ്മുടെ ഭാഗം വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സംസാരിക്കരുത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പോയിന്റ്സുകളും കാണും. പക്ഷെ നമ്മളോടുള്ള ആ ഒരു സ്നേഹം, അങ്ങനെ ഒരു കരുതല്, അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ ആള് നമ്മളെ ഹേർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരാളല്ല നിൽക്കുന്നതെന്ന് വെച്ചോ, അവരും നമ്മളെ ഹേർട്ട് ചെയ്യും. അപ്പോ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് അവിടെ വെച്ച് നിൽക്കും. സോ ഈ 3 പോയിന്റ്സും നമുക്കൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. അല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പോ എന്താ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള അല്ലെങ്കിൽ നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ദേഷ്യപ്പെടും. ദേഷ്യങ്ങൾ എല്ലാവരും വരും, മനുഷ്യനാണല്ലോ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് കൺട്രോൾ ചെയ്താല് വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ ചെറിയ ചെറിയ തട്ടും മുട്ടും ഒക്കെ ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങള് മൈൻഡിൽ വെക്കുക.
അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അത്രയേ ഉള്ളൂ.